ഹേ ഗായ്സ്, സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 10ാം ക്ലാസ് SSLCയിലെ മാത്സിലെ ആദ്യത്തെ 7 ചാപ്റ്റേഴ്സിൻ്റെ ഫുൾ ഇക്വേഷൻസ് ആയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളിങ്ങനെ ഫുൾ ഇക്വേഷൻസ് അറ്റ് 3 പേജിലാക്കി വെക്കുന്നുണ്ട്. ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എക്സാം ഹാളിൽ പോകുന്നതിൻ്റെ 50 മിനിറ്റ്സിന് മുന്നേ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ബുക്സും കൊണ്ടൊന്ന് സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാ ബുക്സും കൊണ്ടുപോകുന്നത് കൊണ്ടുള്ള ദോഷം എന്താ വെച്ചാൽ നമുക്ക് ടെൻഷൻ നന്നായിട്ട് കൂടും. കാരണം നമ്മൾ പേജ് മറിച്ചിട്ട് നമുക്കൊരു ടെൻഷൻ കൂടുന്നതുകൊണ്ടുള്ള ഒരു പ്രതീകമാണത്. പിന്നെ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയി തന്നെ നല്ല രീതിയിൽ കോൺഫിഡൻസ് കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ ഒരിക്കലും ഇക്വേഷൻസ് മാത്രം ഒന്ന് നോക്കി പോകാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സും നല്ല ക്വിക്കായിട്ട് റിവിഷൻ ചെയ്തിട്ട് മാത്രമേ ഈ ലാസ്റ്റ് മിനിറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇക്വേഷൻസ് നോക്കേണ്ടത്. പിന്നെ ഇക്വേഷൻസ് ഒരിക്കലും നിങ്ങൾ ആരെയും നോക്കി പകർത്താൻ പാടില്ല. നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഓർത്ത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇക്വേഷൻസ് എഴുതിയെടുക്കാൻ. പിന്നെ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിന് ഏതെല്ലാം തരത്തിൽ ക്വസ്റ്റ്യൻസ് വരുമോ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ സോൾവ് ചെയ്യണം. അത് നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ ലാസ്റ്റ് നിന്ന് ഫസ്റ്റിലേക്ക് പഠിക്കുക. അതൊന്നും പിന്നെ ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സാണ് ഒന്ന് സോളിഡ്സ്, പിന്നെ ട്രിഗണോമെട്രി, പിന്നെ നമ്മുടെ ലാസ്റ്റ് സെക്കൻഡ് പാർട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യുക. പിന്നെ ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് 14 മാർക്കിൻ്റെതാണ് നമുക്ക് വരുന്നത്. പിന്നെ എല്ലാ ചാപ്റ്റേഴ്സും നല്ല രീതിയിൽ പഠിക്കുക. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ